ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞ 8 വർഷമായിട്ട് കാനഡയിൽ എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ചിബോ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റായി വന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പാർട്ട് ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് ഒരു ഹെഡ് ഷെഫ് എന്നൊരു പൊസിഷനിലേക്ക് എത്തിയത് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പം അവിടെ നമ്മൾ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് പിസ്സ ഓവൻ സെറ്റ് ചെയ്തേക്കുന്നതെന്നും അതുപോലെ തന്നെ വൈൻ സെല്ലർ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണിക്കുന്നതും, അതിൻ്റെ കൂടെ തന്നെ ഇറ്റലിക്കാരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പിസ്സ എന്നറിയപ്പെടുന്ന മാർഗരീത്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇറ്റലിയിൽ നിന്ന് അവർ ഹയർ ചെയ്ത് കൊണ്ടുവന്ന ഒരു ഇറ്റാലിയൻ ഷെഫ് ഉണ്ടാക്കി കാണിച്ചു തരുന്ന ഒരു വീഡിയോയും കൂടെ ഇതിലുണ്ട്. അപ്പം ഡോ എന്ന് പറയുന്നത് നമ്മൾ ബീഗ എന്ന് പറഞ്ഞ അതിൻ്റെ പ്രോസസ്സ് ഞാൻ പിന്നെ ഒരിക്കൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിസ്സ ഡോയാണ്. അപ്പോൾ അതിനെ ഭയങ്കര ജെൻറ്റിലായിട്ട് കൈകാര്യം ചെയ്താൽ അത് ബ്രേക്ക് ആവാണ്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം എത്ര സിമ്പിളായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മാർഗരീത്തയിൽ മെയിനായിട്ട് പോകുന്നത് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ നമ്മൾ പാർമഷാൻ്റെ കുറച്ച് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഫ്യൂരിഡ ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടുള്ള ചീസും അതുപോലെ തന്നെ കുറച്ച് ബാസിലും കുറച്ച് ഒലിവ് ഓയിലും ഒക്കെ ചേർത്തിട്ട് അതിനൊരു 750 to 800 ഡിഗ്രിയിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഈ പിസ്സ ഇതിൻ്റെ ഓവൻ്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു 30 to 60 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 60 to 90 സെക്കൻഡിലുള്ള പിസ്സ റെഡിയാവും. അപ്പോൾ ആ ചീസും ആ ബസിലും അതുപോലെ തന്നെ ഒലിവ് ഓയിലും എല്ലാം കൂടി ഒരുമിച്ച് കുക്കാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ആരോമയും ഒക്കെ സ്പ്രെഡാവും. അപ്പം ഇറ്റലിക്കാരുടെ ഒരു ബേസിക് ഫുഡ്, നമ്മൾ ഇറ്റലി എന്ന് പറയുമ്പോൾ തന്നെ പിസ്സയാണ് മെയിനായിട്ട് ഓർമ്മ വരുന്നത്. അപ്പോൾ പിസ്സയിൽ ഏറ്റവും തുടക്കക്കാരനാണ് ഈ പറയുന്ന മാർഗരീത്ത. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു.